ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരവിളംബരത്തിന്റെ ചടങ്ങാണ്. നീതലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്ന ആരവങ്ങൾക്കിടയിലൂടെ മേളങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് നടന്ന് വന്നിരിക്കുകയാണ്. ആസിഫ് മുഹമ്മദുണ്ട് പൂരനഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. പൂരവിളംബരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു ആസിഫ് ഇപ്പോൾ കണ്ടത്. തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വലിയ ആരവങ്ങൾ, വലിയ ആവേശങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനിയുള്ള ചടങ്ങുകൾ എങ്ങനെയാണ്? പൂരലഹരിയിലേക്ക് തൃശൂർ അമർന്നു കഴിഞ്ഞു അല്ലേ? പൂർണ്ണമായും ഒരു പൂരാവേശത്തിലേക്ക് തൃശൂർ കടന്ന് കഴിഞ്ഞിട്ടുണ്ട്. നീതിലക്കാവമ്മയുടെ തിടമ്പുമേരി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്ന് ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ 8:20 നീതിലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിൽ വടക്കുന്നാഥനിലേക്ക് ഇത്തരത്തിൽ നീതിലക്കാവമ്മയുടെ തിടമ്പുമേരി എറണാകുളം ശിവകുമാർ പുറപ്പെട്ടത്. അതിനുശേഷം 2 മണിക്കൂറിലധികം സമയം, 3 മണിക്കൂറോളം സമയമെടുത്താണ് ഇത്തരത്തിൽ ഈയൊരു പുറപ്പാട് പൂർത്തിയായിട്ടുള്ളത്. ഏതായാലും നീതിലക്കാവ് ഭഗവതി ആറാട്ടും ക്ഷേത്ര ചടങ്ങുകളും പൂർത്തിയായി വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിലേക്ക് എത്തുകയും തെക്കേ ഗോപുരനട തുറന്ന് ഇപ്പോൾ പുറത്ത് ഇറങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത്
ഇനി പൂരവിളംബരം കഴിഞ്ഞ വടക്കുംനാഥന്റെ നിലപാട് തറയിൽ പൂരമറിയിച്ചുകൊണ്ടുള്ള ശംഖുനാഥം കൂടി ഉയരും. അതോടുകൂടി പൂരവിളംബരം പൂർത്തിയാവുകയും പൂർണ്ണമായുള്ള പൂരാവേശത്തിലേക്ക് തൃശൂർ കടക്കുകയും ചെയ്യുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ ഈ തൃശൂർ വടക്കുംനാഥന്റെ മുമ്പിലേക്ക് ഒഴുകി എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നാളെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ണിന് കാഴ്ചയിൽ പോലും എത്താത്ത തരത്തിൽ ആൾക്കൂട്ടം പൂര നഗരിയിലേക്ക് ഒഴുകി എത്തുന്ന ഒരു കാഴ്ചകളായിരിക്കും നാളെ സമ്മാനിക്കുക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ നാളെ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തും. എന്തായാലും പൂരവിളംബരം പൂർത്തിയാകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആവേശവും തൃശ്ശൂരിനുണ്ട്. അത്തരത്തിൽ നീലക്കാമമ്മയുടെ തിടമ്പുമേന്തി ശിവകുമാർ ഇപ്പോഴും വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനൊക്കെ തന്നെ ഇതിന്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയായി ഇനിയും പൂർണ്ണമായുള്ള പൂരാവേശത്തിലേക്ക് തൃശ്ശൂർ കടക്കുകയും ചെയ്യും. ഏതായാലും ഇന്ന് രാവിലെയാണ് ഇതിന്റെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചത്. നീലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട എറണാകുളം ശിവകുമാർ രാവിലെ ഭഗവതിയുടെ ആറാട്ടും ക്ഷേത്ര ചടങ്ങുകളും എല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഇത്തരത്തിൽ പുറത്തു വന്നത്. ഏകദേശം 8 മണിക്ക് ക്ഷേത്രത്തിൽ ആരംഭിച്ച ചടങ്ങുകൾ അത് 8:20 പൂർത്തിയാകുകയും 8:20 നീലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ തിരുമ്പുമായി പുറപ്പെടുകയും ചെയ്തു. അതിന് ശേഷം ഏകദേശം 11 മണിക്ക് ശേഷമാണ് മണികണ്ഠലാലിൽ ഈ ഭഗവതിയുടെ തിരുമ്പുമെത്തി എറണാകുളം ശിവകുമാർ എത്തിച്ചേറിയത്. മണികണ്ഠലാലിൽ നിന്ന് മേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. മണികണ്ഠലാലിൽ പ്രവേശിച്ച സമയത്ത് ഏകദേശം അരമണിക്കൂറിൽ അധികം പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള മേളം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പടിഞ്ഞാറേ നടയിൽ കൂടി എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിരുമ്പുമായി പ്രവേശിച്ചത്. അത് ഏകദേശം 10 മിനിറ്റിന് ഉള്ളിൽ അത് പടിഞ്ഞാറേ നടയിൽ കൂടി തെക്കേ ഗോപുരനടയിലേക്ക് എത്തുകയും ചെയ്തു. തെക്കേ ഗോപുരനട ഉള്ളിൽ നിന്ന് വലിച്ചു തുറന്നുകൊണ്ടാണ് എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിരുമ്പുമായി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത്. നമ്മൾ ഈ ഒരു തെക്കേ ഗോപുരനടയുടെ പ്രാധാന്യം കൂടി ഈ ഒരു സമയത്ത് പറഞ്ഞു പോകാമെന്നു. പൂരത്തിന്റെ സമയമല്ലാതെ ശിവരാത്രി ദിനത്തിൽ മാത്രമാണ് ഈ ഒരു തെക്കേ ഗോപുരനട തുറക്കുക എന്നുള്ളതും ഉണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഏതായാലും പൂർണ്ണമായുള്ള പൂരാവേശത്തിലേക്ക് തൃശൂർ കടന്നിട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയാം. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്.